25 to 30 കറക്കാൻ പറ്റിയ ശേഷിയുള്ള നല്ല പശുവാണ്. പക്ഷെ 2ാം പവർ 3ാം പവർ ഒന്നുമല്ല, കടിഞ്ഞൊരു കാമ്പ് പൊട്ടിക്കാത്ത പശുവാണ്. ഇത് എച്ചപ്പന്റെ കുട്ടി, ജെയ്സിന്റെ കുട്ടിയുണ്ട്. ഒരു 15 രൂപ 16 രൂപ ആ റേഞ്ചിൽ വരും. സൂപ്പർ കുട്ടിയാണ്, നല്ല ഗിയർ കുട്ടിയാണ്. ഇതിന്റെ തള്ള അവിടെ ഉണ്ടായിരുന്നാണ്, അത് നമ്മ കൊടുത്തതാണ്. കുറഞ്ഞ വിലക്കേ വാങ്ങാൻ പറ്റിയ നല്ല ജെയ്സി പശുവാണ്. ഇന്നലെ ഉച്ചക്ക് പ്രസവിച്ചതാണ് ഈ പശു. ഇപ്പൊ ഒരു 8 ലിറ്റർ 8.5 ലിറ്റർ ഉള്ളിലുണ്ട്. അപ്പൊ ഒരു 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഉറപ്പായിട്ട് ഒരു 25-27 ലിറ്റർ ഉറപ്പായിട്ട് കറക്കും. പ്രസവിച്ച പശുക്കൾ വേണമെങ്കിൽ പ്രസവിച്ച പശുക്കൾ നമുക്ക് എടുക്കാം, ചെന വേണമെങ്കിൽ ചെന എടുക്കാം, കുട്ടി വേണമെങ്കിൽ കുട്ടി എടുക്കാം. ഏത് ലെവലിൽ വേണമെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. റഹിമേടാ, ഇതേ കടിഞ്ഞൂല് നല്ല കിടിലാശി പശുവാ. ഇത് ഇവിടെ നോക്കി 25 to 30 കറക്കാൻ പറ്റിയ ശേഷിയുള്ള നല്ല പശുവാണ്. കടിഞ്ഞൂല് തന്നെ ഇത്രയും മടിയോ? ഇത്രയും മടിയുണ്ട്. ഇത് കണ്ടു പറഞ്ഞാൽ 2ാം പവർ 3ാം പവർ എന്ന് പറയും. പക്ഷെ 2ാം പവർ 3ാം പവർ ഒന്നുമല്ല, കടിഞ്ഞൂല് കാമ്പ് പൊട്ടിക്കാത്ത പശുവാണ്. ഇത് നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ. ഇത് പല്ലൊന്നും കാണിച്ചു, എനിക്ക് വിശ്വാസം വരുന്നില്ല. ഇതാണ്ട, അപ്പൊ ഇതിന്റെ വില കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും? വിലയൊക്കെ ഇവർ ഒന്നിന് മുകളിൽ പറയും. നമുക്കത് എത്രത്തോളം ബാർഗിൻ ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് താഴ്ത്തി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. നല്ല നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള നല്ല നല്ല പശുക്കൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഫാമുകാർക്ക് പറ്റിയതും വീട്ടുകാർക്ക് പറ്റിയതും നല്ല നല്ല കുട്ടികളും പെറ്റതും ചെനയും നിറച്ചെനയും ഉള്ളതും എല്ലാ പശുക്കളും നമ്മുടെ കസ്റ്റഡി തന്നെ ഉണ്ട്. ഇവിടെ ഒരു 50 പശുക്കളുള്ളതുണ്ട്. 50 പശുക്കൾ ഇതേപോലുള്ള കെട്ടിത്തറകൾ ഇനിയും ഉണ്ട്. ഇനിയും 10, 30, 40 കെട്ടിത്തറകളുണ്ട്, വീടുകളുണ്ട്, ഗ്രാമങ്ങളുണ്ട്. എവിടെ നിന്നാണെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കും. നമുക്കിപ്പോ എത്ര രൂപ മുതലാണ് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്? ഇവിടെ ഒരു 50, 55 മുതൽ 70, 75, 80, 85, ഒരു 1 ലക്ഷം, 1.25 ലക്ഷം ആ റേഞ്ചിലൊക്കെ വലിയ വലിയ ഹെവി പശുക്കളുണ്ട്. അതൊക്കെ 30 ലിറ്റർ 35 ലിറ്റർ പാല് കറക്കണമുള്ള ഹെവി 1.30 റേഞ്ചിൽ വരും. ഒരു 20 ലിറ്റർ പാല് കറക്കണം, ഒരു 75 മുതൽ 80, 90, 95 ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ച് 2 വല്ല് പ്രായം, 4 വല്ല് പ്രായം, അങ്ങനെയുള്ള ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വിലകളാണ്. നമുക്ക് ബാർഗിൻ ചെയ്ത് എത്രത്തോളം ബാർഗിൻ ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ബാർഗിൻ ചെയ്ത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. കുട്ടികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ മറ്റേ പ്രസവിച്ചിന്റെ മാറ്റിന്റെ കുട്ടികളാണ്, ചെറിയ കുട്ടികൾ. ഇതൊക്കെ നമുക്ക് അങ്ങനത്തെ കുട്ടികളൊക്കെ എച്ചപ്പന്റെ കുട്ടി, ജെയ്സിന്റെ കുട്ടിയുണ്ട്. ഇങ്ങനത്തെ കുട്ടികളൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. എന്താ പറഞ്ഞാൽ ഇതൊക്കെ ഒരു 22 രൂപ വില പറയും. ഇതൊക്കെ ഈ ഒരു 22 രൂപ വില പറയും. നമുക്ക് 15 രൂപ 16 രൂപയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. സ്റ്റാർട്ടിംഗ് എത്രയാണ്? സ്റ്റാർട്ടിംഗ് ഈ ഒരു രീതിയിൽ നിൽക്കുന്ന പശുക്കൾ ഒരു 15 രൂപ 16 രൂപ ആ റേഞ്ചിൽ വരും. ആ റേഞ്ചിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അതൊക്കെ എച്ചപ്പന്റെ കുട്ടികളാണ്. ഒരു ഗിയറിന്റെ കുട്ടിയാണ്. ഇതിന്റെ തള്ള അവിടെ ഉണ്ടായിരുന്നാണ്, അത് നമ്മൾ കൊടുത്താണ്. നമ്മുടെ പാർട്ടിക്ക് വാങ്ങിച്ചു കൊടുത്താണ്. ഇതിപ്പോ എത്ര പ്രായമുണ്ട്? ഇതൊരു 12 മാസമായി. ഇതൊക്കെ ഏകദേശം എന്ത് റേഞ്ചിന്? നല്ല ഫീച്ചേഴ്സ്. ഇത് മറ്റേ ഗിയറിന്റെ കുട്ടി ആയതുകൊണ്ട് ഒരു 25 രൂപ അവർ പറയുന്നുണ്ട്. 25 രൂപ പറയുന്നുണ്ട്. നമുക്ക് അത്രത്തോളം ഒരു 19,000 നല്ലൊരു കമ്മിയാക്കി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. സൂപ്പർ കുട്ടി, നല്ല ഗിയർ കുട്ടിയാണ്. എച്ചപ്പന്റെ കുട്ടിയുണ്ട്, 2 ഉണ്ട്. ഇതൊക്കെ ഒരു 17-18 രൂപ ആ റേഞ്ചിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. കുറഞ്ഞ വിലക്കേ വാങ്ങാൻ പറ്റിയ നല്ല ജെയ്സി പശുവാണ്. അടിപൊളി നല്ല ജെയ്സി പശുവാണ്. നല്ല കിടക്കാച്ചി പശുക്കളാണ്. ഇതൊക്കെ ഇത് 2ാം പ്രസവമാണ്. രണ്ടാം പ്രസവമാണ്. അത്യാവശ്യം മാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു 10 ദിവസമാവും. 10 ദിവസം എടുക്കും. അതെ. ഇത് പിന്നെ അതൊരു ഒരാഴ്ച ഉണ്ടാവും. പാലൊക്കെ നമുക്കൊരു 15 to 17 ആ ലെവലിൽ വരും. എന്ത് റേറ്റിന് കിട്ടും ഇതൊക്കെ ഒരു 60 രൂപ റേഞ്ചിൽ കിട്ടും. 60 രൂപയ്ക്ക് നമുക്ക് ഇതിന് മേടിക്കാം, ഉറപ്പായി കിട്ടും. ഇതൊരു 55 രൂപ ആ റേഞ്ചിൽ വാങ്ങാൻ കൊടുക്കാം. പക്ഷെ അതിന് പശുവിന്റെ ഉടമസ്ഥന്മാർ പറയും 10-75 വേണമെന്ന് പറയും. എടുത്തു കൊടുക്കുന്ന പ്രൈസാ പറഞ്ഞത്. കേട്ടാ, നമുക്കിതേ പ്രസവിച്ച പശുക്കളൊക്കെ നമ്മുടെ നിറയുണ്ട്. നമുക്ക് കറവ് വേണമെങ്കിൽ കറവ് നോക്കി കൊണ്ടുപോവാം, അതൊന്നും കുഴപ്പമില്ല. ഇതിപ്പോ നമ്മളിപ്പോ കറന്നുണ്ട്. അപ്പൊ നമ്മുടെ കസ്റ്റമറാണ് നിൽക്കാം. ഈ നിൽക്കുന്നതൊക്കെ നമ്മൾ പശു കൊടുക്കാൻ വന്ന ആൾക്കാരാ. പക്ഷെ ഇവർക്ക് കറന്ന് നോക്കി കൊണ്ടുപോകണം പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ഈ കറന്ന് നോക്കിയിട്ടാണ് കൊണ്ടുപോകണം. ഈ പശു ഇപ്പൊ കറക്കാൻ പോവാ. ഈ പശു ഇല്ലേ 25 to 30 വരെ നമ്മൾ കറക്കുന്ന പറഞ്ഞേക്കുന്നത്. അതൊക്കെ കറവ് നോക്കി കൊണ്ടുപോകാമെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഇത് പാല് കറന്നാണ്. ഇന്നലെ ഉച്ചക്ക് പ്രസവിച്ചതാണ് ഈ പശു. ഇപ്പൊ ഒരു 8 ലിറ്റർ 8.5 ലിറ്റർ ഉള്ളിലുണ്ട്. അപ്പൊ ഒരു 10 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഉറപ്പായിട്ട് ഒരു 25-27 ലിറ്റർ ഉറപ്പായിട്ട് കറക്കും. ആ രീതിയിലുണ്ട്. ഇത് ഇപ്പൊ ഇന്നലെ പ്രസവിച്ചാണ്. ഇതാണ് കുട്ടി, ഇന്നലെ പ്രസവിച്ചതാ. ഫാമുകാർക്ക് പറ്റിയ നല്ല 2 ബ്രീഡ് കലക്കം പശുക്കള്. ഇവള് കണ്ടോ, ജർമ്മൻ ബ്രീഡാണ്. കേട്ടോ. ഫുൾ വൈറ്റ് കയറിയിട്ടുള്ള കിടുക്കാച്ച ഒരു പശു കേട്ടോ. നമുക്ക് അത്യാവശ്യം മടി കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട് ഭായി? ഇതൊരു 8 ദിവസം ഉണ്ട്. 8 ദിവസം ഉണ്ട് കേട്ടോ. ഇനിയും ശരിക്കും മടി കയറാറുണ്ട്. നമുക്ക് ഇത് എത്ര കിട്ടുമെന്നാണ് പ്രതീക്ഷ? ഇതിന്റെ അമ്മ വന്നിട്ട് 30 ലിറ്റർ കറന്നിട്ടുണ്ട്. 30 ലിറ്റർ കറന്നിട്ടുണ്ട്. അതും ഇതേ ക്വാളിറ്റി ഉള്ള പശുവാണ്. പ്യൂർ വൈറ്റ് ആണ്. എച്ചപ്പ് കുറച്ച് മിക്സിംഗ് ഉള്ളൂ. അപ്പൊ ഇത് കന്നി ആയതുകൊണ്ട് ഒരു 20 to 25 വരെ നമുക്ക് ഉറപ്പായിട്ട് കറക്കും. അത്രയും നമ്മൾ ഓക്കെ. അപ്പൊ അതിനുള്ള എല്ലാ കപ്പാസിറ്റിയും 2 വല്ല് പ്രായം. നമ്മുടെ തോൾ പൊക്കം ഉണ്ട് കേട്ടോ. നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്.
പിന്നെ അതെ ഇവളുടെ കാര്യം എങ്ങനെയാ? ഇത് രണ്ടാം പ്രസവമാണ്. രണ്ടാം പ്രസവമല്ലേ? കഴിഞ്ഞതിൽ 20 ലിറ്റർ പാല് കറന്നിട്ടുണ്ട്. കഴിഞ്ഞതിൽ നമുക്ക് 20 കിട്ടിയിട്ടുണ്ടല്ലേ? ഒരു 2 ലിറ്റർ കൂട്ടി 22 ലിറ്ററിന്റെ ഉള്ളിൽ കറക്കും. ഓക്കെ ഓക്കെ. നമുക്ക് കൂടുതലൊന്നും പറയണില്ല. 20 to 22 ആ റേഞ്ച് നമുക്ക് കറക്കാം. ഫാമിലിക്ക് എന്തെങ്കിലും പറ്റിയ പശുവാണ്? ഫാമിലിക്ക് പറ്റിയ പശുവാണ്. എത്ര ചോദിക്കുന്നത് നമുക്കിത്? ഇത് വന്നിട്ട് അവര് 80 രൂപ ചോദിക്കുന്നുണ്ട്. 80 രൂപ ചോദിക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ ഇവളോ? ഇതൊരു 85 രൂപ ചോദിക്കുന്നുണ്ട്. 85 രൂപയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റും. പറഞ്ഞത് കച്ചവടക്കാരല്ല, ഓക്കെ. ഇത് പാർട്ടിയാണ്, ഓണറാണ്. ഓക്കെ ഓക്കെ. ഇത് കച്ചവടക്കാരാകുമ്പോൾ 10 രൂപ കൂടും. നല്ല അടിപൊളി പശുവാ. കടിഞ്ഞുലാണ്. കടിഞ്ഞുല് നല്ല പശുവാണത്. ഇത് ശിവാജി എച്ചപ്പ് എന്ന് പറയും. ശിവാജി എച്ചപ്പ് എന്ന് പറയും. തമിഴ്നാട്ടിൽ അങ്ങനെയാണ്. ഇത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ്. കടിഞ്ഞുല 2 കൊല്ലം പ്രായം. കടിഞ്ഞുല് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള പശു. അതെ, നല്ല പശുവാണത്. നല്ല കറവലും കിട്ടും. ഈ ഒരു ജാതിക്ക് നല്ല കറവ് കിട്ടും. ഓക്കെ. നമുക്ക് എത്ര ചോദിക്കുന്നത്? ഇത് ഒരു 90 രൂപ പറയുന്നുണ്ട്. 90 രൂപ പറയുന്നത്. നമുക്ക് എത്രത്തോളം കമ്മിയാക്കി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും അത്രത്തോളം കമ്മിയാക്കി വാങ്ങിച്ചു കൊടുക്കാം. ഡിമാൻഡുള്ള പശു. ഈ മാതിരിയുള്ള പശുക്കളാണ്. ഓക്കെ ഓക്കെ.